നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ അവാർഡ് ദാനം നടന്നപ്പോൾ ലയണൽ മെസ്സിക്കൊന്നുമില്ല. 8 ഗോളുകളും 4 അസിസ്റ്റുകളും ഒക്കെ ആയിട്ട് മിന്നിക്കത്തി കളിച്ചു. പക്ഷേ ഗോൾഡൻ ബോളില്ല. ഗോൾഡൻ ബൂട്ട് പിന്നെ എംബാപ്പെ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയത് എന്ന്. മികച്ച താരത്തിനുള്ള പുരസ്കാരം ഗോൾഡൻ ബോൾ മെസ്സി നേരത്തെ 2 തവണ വാങ്ങിയ ആളാണ്. പക്ഷെ ഇത്തവണ മെസ്സിക്കല്ല, മറിച്ച് റോഡ്രിക്കാണ്. സ്പാനിഷ് നായകൻ റോഡ്രി മികച്ച പ്രകടനമാണ് വേൾഡ് കപ്പിലുടനീളം കാഴ്ചവെച്ചത്. ടീമിനെ ജേതാക്കളാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനാണ് ഇത്തവണ ഗോൾഡൻ ബോൾ. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം കഴിഞ്ഞ തവണ ഖത്തറിൽ എൻസോ ഫെർണാണ്ടസ് നേടിയതാണ്. ഇത്തവണ അത് സ്പെയിനിൻ്റെ 19-കാരൻ യുവതാരം പാവ് കുബാർസിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ ഗ്ലൗ കഴിഞ്ഞ തവണ ഗോൾഡൻ ഗ്ലൗ എമിലിയാനോ മാർട്ടിൻസ് ആയിരുന്നു. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് കാണിച്ചു വെക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇത്തവണ ഏതായാലും അത് ഉനായ് സിമോണാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ ബൂട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ, നമുക്കറിയാലോ അത് ആർക്കാണെന്ന്. അത് കിലിൻ എംബാപ്പയ്ക്കാണ്. ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം 10 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കിക്കൊണ്ട് കിലിൻ എംബാപ്പയാണ് ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ടും നേടിയിരിക്കുന്നത്. ഏതായാലും ലിയോ മെസ്സിക്കും സംഘത്തിനും 2ാം സ്ഥാനത്തിലുള്ള സിൽവർ മെഡൽ മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.